സൂചനകളും നൽകിയിട്ടുണ്ട്. പിന്നെ കോൺട്രാക്ട് എഗ്രിമെന്റ് അതും പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇനിയിപ്പോൾ കെൽട്രോണിന്റെ സൈറ്റിൽ കൂടി ഈ എഗ്രിമെന്റ് ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. CVC ഗൈഡ് ലൈനും ഞങ്ങൾ നോക്കി. CVC ഗൈഡ് ലൈനും സബ് കോൺട്രാക്ടിംഗ് അനുവദിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. പിന്നെ ഓരോ കമ്പനികളും ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞതിന്റെ ഘടകങ്ങൾ പറയാം. ഗ്ലോബൽ ഷട്ടർ ടെക്നോളജി അടിസ്ഥാനമാക്കിയ ANPR ക്യാമറയുമായി ബന്ധപ്പെടുത്തിയ ഗ്രാഫിക് പ്രോസസിംഗ് എഞ്ചിൻ, സിങ്ക്രണൈസ്ഡ് ഇൻഫ്രാറെഡ് ഫ്ലാഷ്, NVIDIA ഇമേജ് പ്രോസസിംഗ് എഞ്ചിൻ, SSD സ്റ്റോറേജ് എന്നിവ അടങ്ങിയ ലോക്കൽ പ്രോസസിംഗ് യൂണിറ്റ്, DC UPS അടങ്ങിയ പവർ കണ്ടീഷനിംഗ് സിസ്റ്റം, സോളാർ പാനലുകൾ, ഇൻഡസ്ട്രിയൽ സ്വിച്ച്, ഇൻഡസ്ട്രിയൽ ഗ്രേഡ് 4G മോഡം, IP66 റേറ്റിംഗോടുകൂടിയ ഔട്ട്ഡോർ ക്യാബിനറ്റ്, ലിത്തിയം അയൺ ബാറ്ററി, ക്യാമറ മൗണ്ടിങ്ങിന് ആവശ്യമായ പോൾ സ്ട്രെച്ചർ ഫൗണ്ടേഷൻ ഇൻസ്റ്റാളേഷൻ, 5 വർഷത്തേക്കുള്ള ഓൺ സൈറ്റ് കോംപ്രഹെൻസീവ് വാറന്റി. ഇത് കൂടാതെയുള്ള ഫിനാൻഷ്യൽ കമ്പോണന്റ്. ഈ 12+ ഫിനാൻഷ്യൽ കമ്പോണന്റാണ്. കാരണം 5 വർഷം കഴിഞ്ഞ് 20 തവണയായിട്ടല്ലേ പൈസ കിട്ടുള്ളൂ. അപ്പൊ ഇവര് ലോൺ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ കമ്പോണന്റും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളതെല്ലാം 4 കെൽട്രോൺ ഡെവലപ്പ് ചെയ്തതാണ്. ബാക്കി നേരത്തെ പറഞ്ഞ ടെൻഡർ വഴി വരുന്നതാണ്. ആ ടെൻഡർ വിളിച്ച് വന്ന സാധനങ്ങളാണ് മൺവിള കമ്പനിയിൽ അസംബിൾ ചെയ്ത് കെൽട്രോണിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തും കൂടി ചേർത്ത് വച്ചിട്ടാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അതാണ് കുറെ കാലം മുമ്പ്, ഒരു 5-6 മാസം മുമ്പ് ഞാൻ തന്നെ പോയിട്ടത്. അവിടെ നിങ്ങളും ഉണ്ടായിരുന്നു. അവിടെ അത് റിലീസ് ചെയ്യേണ്ടേ, ഹാൻഡ് ഓവർ ചെയ്യേണ്ടേ ആ ക്യാമറ. ഇത് കൂടാതെ ഇത് കൊണ്ടുപോയി അവിടെ ഫൗണ്ടേഷൻ വെച്ച് സ്ഥാപിക്കുന്നതും ഉൾപ്പെടെ ഇതിന്റെ ചെലവിൽ വരും. വെഹിക്കിളിൽ വേറെ വെഹിക്കിൾ ഉണ്ട് ഇതിനകത്ത്. ഇതുകൂടെ റഡാർ സിസ്റ്റം ഉണ്ട്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. അതെല്ലാം കൂടി ചേരുന്ന കമ്പോണന്റ് ആണ് എന്ന് കാണേണ്ടതുണ്ട്. പിന്നെ ഇതിന്റെ കമ്പാരിസൺ അത് ഞങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഇടാൻ പറഞ്ഞു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ കമ്പാരിസൺ സ്റ്റേറ്റ്മെന്റ് അതും കൊടുത്തേക്ക്. ആരൊക്കെയാണ് തമ്മിട്ടുള്ളത്, ഓരോരുത്തരും അല്ലെങ്കിൽ റേറ്റ് ഏതാണ്, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, അതും പബ്ലിക് ഡൊമൈനിലേക്ക് ഇട്ടേക്കാം. അപ്പൊ ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും സുതാര്യമായി തന്നെ കൊടുക്കണം എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാണ് ഇത് സംബന്ധിച്ച് നിങ്ങളുടെ മുൻപിൽ കെൽട്രോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സൂചിപ്പിക്കാനുള്ളത്. അത് ഗതാഗത വകുപ്പിന്റെ ഇത് ഉൾപ്പെടെയുള്ള കുറെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് ചില ഉദ്യോഗസ്ഥരെയൊക്കെ പേര് പരാമർശിച്ചിട്ട് പരാതിയാണ് ഗവൺമെന്റ് വന്നത്. അതിൽ ഒരെണ്ണം സേഫ് കേരള പ്രൊജക്ടാണ്. മറ്റു ചിലതിനെ സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. അതപ്പം തന്നെ വിജിലൻസിനോട് അന്വേഷിക്കാൻ പറയും. കാരണം ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും സുതാര്യമായി പോകണമെന്നുള്ളതാണ്. അതിൽ ഒരെണ്ണമാണ് ഇത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അത് അവർ വിജിലൻസിന്റെ മുമ്പിലുള്ളതാണല്ലോ, നമ്മുടെ മുൻപിലേക്ക് അത് വരുന്നില്ല. ഏതാ അതിലനുചിത്തില്ല. നമ്മുടെ നാട്ടിലെ സർക്കാരിന്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങളനുസരിച്ച് അനുചിത്തില്ല. ഒരു പരാതി കിട്ടുന്നു, ആ പരാതിയിൽ ഒരു ഭാഗം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നു. വേറെ ഒന്നുമില്ല. ഇങ്ങനെ ചില ആളുകൾക്ക് ഇതുമായി തെറ്റായ രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ 5-6 പോയിന്റ് വെച്ചിരിക്കുന്നു. അപ്പൊ അത് പരിശോധിക്കാൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ സർക്കാരിന് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം അന്വേഷണം നടത്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, അവരെ ആവശ്യമായ ശിക്ഷ നൽകും. അല്ലെങ്കിൽ ഓരോ പദ്ധതിയിലും ഓരോ പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഉത്തരവ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ, നടപ്പിലാക്കാൻ പറ്റുമോ? അന്ന് ഞങ്ങളുടെ മുൻപിൽ വന്നിട്ടേ ഇല്ലത്. ഇത് കെൽട്രോണിനെ സംബന്ധിച്ചൊരു പരാതിയില്ല വിജിലൻസിന്റെ മുമ്പിൽ. ആ പരാതിയിലും കെൽട്രോണിന്റെ പേരേ ഇല്ല. അത് എന്തിനാ പറയാം, ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച് വന്ന പരാതി, അത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോ ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നു, നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുക്കുന്നു, അപ്പൊ വിജിലൻസിനോട് അന്വേഷിക്കാൻ പറയും. അപ്പൊ അത് നിർത്തിവെക്കാൻ പറ്റും? ഇല്ല, അത് ധനവകുപ്പ് ആവശ്യപ്പെട്ടതിന്റെ എല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പ് പിന്നീട് അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഉപകരാറുകളിലേക്ക് പോയിട്ടുള്ളത്. അതെ, ടെൻഡർ ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞില്ലേ.
അതെ, ഉപകരാർ അവർ ഇൻഫോം ചെയ്യണമെന്നേ ഉള്ളൂ. അതിൽ ഞാൻ ടെൻഡർ ഡോക്യുമെന്റ് വായിച്ചേ. ഞങ്ങളുടെ മുൻപിൽ വന്നതനുസരിച്ച് അങ്ങനെയൊന്നും കാണുന്നില്ല. കാരണം ടെൻഡർ ഡോക്യുമെന്റ് അനുസരിച്ച് അവർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കാം, സബ് കോൺട്രാക്ട് അറിയിക്കണമെന്നേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് അറിയേണ്ടത് നമ്മളെ നാട്ടിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും വലിയൊരു പദ്ധതിയാണല്ലോ. ടെൻഡർ നടപടിയിൽ എന്തെങ്കിലും പ്രശ്നം എത്ര കേസ് വരണമായിരുന്നു ഇതിനകം? എത്ര കേസുകൾ കോടതിയുടെ മുമ്പിൽ? നമ്മൾ പല കമ്പനികളിലും വിളിക്കുമ്പോൾ എത്ര കേസ് വരുമായിരുന്നു? ഒരു പരാതി പോലും ഇത് ഞങ്ങളുടെ മുൻപ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇതുവരെ ഞങ്ങളുടെ മുൻപിൽ ഒരു പരാതി വന്നിട്ടില്ല. ഈ പത്രങ്ങളിൽ വന്ന പ്രതിപക്ഷ ഏതായാലും മുൻ പ്രതിപക്ഷ ഏതെങ്കിലും കമ്പനി കോടതി പോവാലോ. ഈ വിജിലൻസ് ഞാൻ പറഞ്ഞ വിവരാവകാശം കിട്ടിയിട്ട് ഇത്രയും നാളായില്ലേ? ഒരു കേസ് എന്താ വരായിരുന്നത്? വസ്തുതകൾ ഉണ്ടെങ്കിൽ കോടതി അപ്പം ഇടപെടില്ലേ നമ്മുടെ നാട്ടിൽ? ഗതാഗത വകുപ്പ് അറിയേണ്ട കാര്യമില്ല സാധാരണഗതിയിൽ. കാരണം ഗതാഗത വകുപ്പ് കലക്ടറിന് കൊടുത്താൽ കലക്ടർ ടെൻഡർ ഡോക്യുമെന്റ് കഴിഞ്ഞു ടെക്നിക്കൽ കമ്മിറ്റി കൊടുത്തിട്ടുണ്ടാവും, ടെക്നിക്കൽ കമ്മിറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ സബ് കോൺട്രാക്ട് കൊടുക്കാൻ CVC-യിലുണ്ട്. നിങ്ങൾ CVC ഗൈഡ് ലൈൻ നോക്കിയാൽ മതി. CVC 2 ഗൈഡ് ലൈൻ ഉണ്ട് പ്രൊക്യൂർമെന്റിന് കോൺട്രാക്ട് കൊടുക്കുന്നതിന്റെ. സബ് കോൺട്രാക്ട് കൊടുക്കാം. നമ്മുടെ സിസ്റ്റം അല്ലേ അതിനകത്ത്. ഞങ്ങൾ കണ്ടതിപ്പോ ഓരോ ജിയോ അതിലെല്ലാം കോംപ്രഹെൻസീവായി വന്നോ, ഇതെല്ലാം കൃത്യമായി വന്നു. ഇങ്ങനെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ ഓരോന്നിലും വന്നാൽ നിയമവകുപ്പ് നോക്കും, ധനവകുപ്പ് നോക്കും, അതിനകത്തെല്ലാം ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്തും. ആ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ വെരിഫൈ ചെയ്യും, ക്ലാരിഫൈ ചെയ്യും. ചിലത് ഓവർ റൂൾ ചെയ്യാം ക്യാബിനറ്റിന്, ചിലപ്പോൾ ഫിനാൻസിന് ഓവർ റൂൾ ചെയ്യാം. അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ 100 ക്യാമറ 40 കോടി എന്നുള്ളത്? പിന്നെ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പാടില്ല? വിജിലൻസ് സ്വതന്ത്രമായിട്ടല്ല അന്വേഷിക്കുന്നത്. എന്ത് കെൽട്രോൺ എന്ത് രേഖ ചോദിച്ചാലും അവർ കൊടുക്കും. അല്ലാണ്ട് വിജിലൻസിന്റെ അന്വേഷണം സർക്കാർ ഇടപെടില്ല. ഇതിപ്പോ പൊതുവായിട്ട് ഏത് പരാതി വന്നാലും അത് അന്വേഷിക്കാൻ തോന്നി. പ്രത്യേകിച്ച് ഇത്രയും പദ്ധതിയിൽ വരുന്ന പരാതികൾ വിജിലൻസ് അന്വേഷിക്കും. വിജിലൻസ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ മറ്റു വകുപ്പുകൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് നേരത്തെ തന്നെ അവരുടെ മുമ്പിൽ വന്നു, അവർ നേരത്തെ തന്നെ അന്വേഷിക്കാൻ പറഞ്ഞു. അതിൽ ഒരു ഭാഗം മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ബാക്കി പലതും ഉണ്ട്. അതിന്റെ കൂടെ ഇത് കൂടി വരുന്നു. ഇതില് നമ്മൾ കാണേണ്ട ഭാഗം, നിങ്ങളെല്ലാവരും ഇതിന് നല്ല പ്രചാരവില കൊടുത്തുകൊണ്ട് സേഫ് കേരളയിൽ നല്ല മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തുടങ്ങിയതിന് ശേഷം 17 ഏപ്രിൽ നിയമലംഘനങ്ങൾ 4,50,552. തൊട്ടടുത്ത ദിവസം 4,11,356. തൊട്ടടുത്ത ദിവസം 3,97,487. തൊട്ടടുത്ത ദിവസം വലിയ കുറവാ 2,68,378. പിന്നെ പിറ്റേ ദിവസം ഒന്ന് കൂടിയിട്ടുണ്ട് 2,90,000. പിറ്റേ ദിവസം വീണ്ടും കുറഞ്ഞു 2,37,000, 2,39,000, 21. അപ്പോൾ 4 329 ഏകദേശം ഒരു 1.25 ലക്ഷം നിയമലംഘനങ്ങളുടെ കുറവ് 1, 2, 3, 4, 5, 6, 7 ദിവസം കൊണ്ട് ഈ ക്യാമറ വെച്ചതിൽ നിങ്ങളെല്ലാം പ്രചരിപ്പിച്ച അതിന്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞതിന്റെ കൂടി ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫൈൻ ഈടാക്കാതെയാണത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
തള്ളിക്കളയായിരിക്കും, ഓരോരുത്തരും മനോഗതം പോലെ ചെയ്യാം. ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനകത്തുള്ള കമ്പനികൾ ആരെങ്കിലും കോടതി പോയിരിക്കും? അജയ് ഘോഷിന്റെ ഒരു ഇത്രയും കാലത്തെ മാധ്യമ പ്രവർത്തന അനുഭവം വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയ 235 കോടിയുടെ ഇതുപോലെ പരസ്പരം ഞങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാട്ടോ ഇതൊക്കെ. നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒത്തിരി ആളുകൾ ഉണ്ടാവുമല്ലോ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉണ്ടാകണമല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ അവരാരെങ്കിലും കോടതി പോയോ? ഇങ്ങനെയാണ്, ആരെങ്കിലും ടെൻഡറിലും വന്നിട്ടില്ല. പിന്നെ ഇത് മാധ്യമങ്ങളോട് ക്യാമറയിൽ കെൽട്രോണിനെതിരായിട്ടുള്ള കാര്യങ്ങളിൽ